ഈ താങ്കളുമായിട്ട് ബന്ധപ്പെടുന്ന ചില വ്യവസായ പ്രമുഖരെയൊക്കെ വെച്ചും സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പ്രചരണം നടത്തുന്നു. അവരുടെ എന്തോ ഓഡിയോ പുറത്തുണ്ടോ, ഓഡിയോ ഉള്ളവർ അയച്ചു തരിക എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധനം ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. അതെന്റെ ഒരു സുഹൃത്ത് അവന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ ഇവന് നിർബന്ധിച്ചു. അപ്പം ഇവനോട് എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാനും പറ്റൂല. അപ്പൊ ഞാൻ എന്താക്കി, ഈ ഒരു വോയിസ് അല്ലെങ്കിൽ ഈ കോള് ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തു. ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവൻ അയച്ചു കൊടുക്കാനാണ്. അപ്പൊ അതിൽ ഒരു ടോക്ക് നടക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, നിന്നെ എത്ര നേരമായി വിളിക്കുന്നു, നീ എവിടെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുളിക്കായിരുന്നു എന്ന് പറഞ്ഞു. ഇത്രയും നേരം കുളിയോ, നാ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പം ഹണി ട്രാപ്പ് പോലെ അവരെ എന്തെങ്കിലും ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും, നിങ്ങൾക്ക് കാണണോ, നിങ്ങൾ വരുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ആരും ചോദിക്കും. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല, ആളും ഒന്നും സംസാരിച്ചിട്ടില്ല. ഇത്രയും നേരം കുളി എന്താന്ന് ചോദിച്ചാൽ എന്നാ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞാൽ അത് അവിടെ നിർത്തി അടുത്ത വർത്താനം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. അവരുമായിട്ട് എനിക്ക് അവിഹിത ബന്ധമുണ്ട് അങ്ങനെ പറഞ്ഞ് കുറേ വീഡിയോസ് ഇറക്കി. പക്ഷെ ഇവരാരും ചിന്തിക്കുന്നില്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് വേറൊരു സംസാരം അവിടെ നടത്തുന്നില്ല. എൻ്റെ ഒരു അറിവിൽ എന്ന് വെച്ചാൽ ആളുടെ നാടും എൻ്റെ നാടും കോഴിക്കോട് ജില്ല തന്നെ. പക്ഷെ ആ ഒരു നമ്മുടെ നാട്ടും പുറത്തുള്ളൊരു വർത്താനം ഉണ്ടല്ലോ, ആ ഒരു കാഷ്വൽ ടോക്കായിട്ടൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതുമ്മല് വെച്ചിട്ട് വ്യാജ പ്രചരണം നടത്തുക, ഇതാണ് സംഭവം. ആളായിട്ട് ഇപ്പോഴും നല്ല ബന്ധമുണ്ടോ അതോ ഇതൊക്കെ കാരണം ബന്ധം തകർന്നോ? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആപത്ത് ഘട്ടം വരണം. ആ ഒരു സമയത്തെ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്കൊരാപത്ത് ഘട്ടം വന്നപ്പം തുറന്നു പറയാലോ, ഈ പറഞ്ഞ ഞാൻ ഒരുപാട് പുകയത്തി പറഞ്ഞ സുരേഷ് ഗോപി എൻ്റെ ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. 2 ദിവസം ബേബി മെമ്മോറിയൽ ICUവിൽ കിടന്ന ഒരാളാണ് ഞാൻ. അത് ന്യൂസായൊരു സംഭവമാണ്. എന്നാൽ അവൾക്ക് എന്ത് പറ്റി, ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല. എൻ്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഒരു വ്യക്തി മാത്രമേ ആ ഒരു സമയത്ത് ഞങ്ങൾക്കൊരു താങ്ങായിട്ടുള്ളായിരുന്നു. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ല പിന്നെ എന്തിനാ അവളിതിന് നിന്നത്? നിരപരാധിത്വം തെളിയിക്കാൻ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരാൾ, അത് ആ വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ പലരും പറഞ്ഞ ആത്മഹത്യ നാടകമായിരുന്നു. അവർ ബേബി മെമ്മോറിയലിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കുക, അത് ചെയ്തിട്ടില്ല. അവർ സ്വയം പറഞ്ഞു പാറ്റാ ഗുളിക കുടിച്ചെന്ന്. പാറ്റാ ഗുളിക കുടിച്ചാൽ 2 ദിവസം ICUവിൽ കിടക്കുമോ? എനിക്ക് 50,000 രൂപ ബേബി മെമ്മോറിയലിൽ ബില്ല് വന്നിട്ടുണ്ട്. നാടകം കളിക്കാൻ ആരെങ്കിലും 50,000 രൂപ ചെലവാക്കുമോ? മെഡിക്കൽ കോളേജിൽ പോകൂലേ നാടകം കളിക്കണം എന്നുള്ളവരാണെങ്കിൽ? ജീവൻ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ വീട്ടുകാർ അവിടെ കൊണ്ടുപോയത്. അതാരും ചിന്തിച്ചില്ല. എന്താണ് അതിലേക്ക് നയിച്ചൊരു സാഹചര്യം? അന്ന് പെട്ടെന്ന് അത്തരത്തിലൊരു തീരുമാനം? ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഈ കുറച്ച് സ്ത്രീകളെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഹണി ട്രാപ്പുകാരിയാക്കാൻ ശ്രമിച്ചു. ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ടോ അല്ലേ? അപ്പോൾ ഈ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിക്കുന്ന അതിൻ്റെ FIR കൊണ്ട് വരിക അതില്ല. അവരുടെ കയ്യിൽ ഉണ്ടോല്ലേ, അവർ പുറത്ത് വിടും എന്ന് പറയുന്നു. പക്ഷെ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. പറയലൊടുങ്ങിയിട്ട് 1 വർഷമായി, ഇതുവരെ അവർ പുറത്ത് വിട്ടിട്ടില്ല. എന്നെക്കുറിച്ച് എന്തൊക്കെയോ വോയിസ് റെക്കോർഡ് ഉണ്ടോല്ലേ, അവർ പുറത്ത് വിടും പോലും, പക്ഷെ പുറത്ത് വിട്ടിട്ടില്ല. ഇവരുടെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ട്, ഇവർ പുറത്ത് വിടണ്ടേ? അപ്പോൾ എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഹണി ട്രാപ്പുകാരിയാവുക എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ അടുത്ത് നമ്മുടെ ഞാൻ അന്നും പറഞ്ഞൊരു സംഭവം, ഒരാൾ തൂങ്ങി മരിച്ചിട്ടില്ലായിരുന്നോ എന്തോ ഇതായിട്ട്. അപ്പോൾ അവർ ജീവനോടൊക്കെ നിൽക്കുന്നതിനെക്കാട്ടിലും അവർ മരിച്ചപ്പോൾ അവർക്ക് നീതി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞു, നമ്മുടെ നീതി ന്യായത്തിനൊരു വലിയ പ്രത്യേകത ഉണ്ട്. ജീവനോടൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളെ വിശ്വസിക്കാൻ ആരും വരില്ല. നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്താൽ നമ്മുടെ ഭാഗത്ത് എന്തായിരുന്നു എന്ന് കേൾക്കാനെങ്കിലും ഒരാൾ വരും. കേൾക്കാൻ ആൾ വരണം എന്ന് കരുതിയിട്ടാണ് ഞാൻ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചത്.